കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 39 രചന ശാലിനി എ. പിറ്റേന്ന് 5 മണിക്ക് ബദരിയോടൊപ്പം തിരുനന്ദനത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യപ്രതാപൻ പൂമുഖത്തുണ്ടായിരുന്നു. തലേന്ന് അത്താഴം കഴിക്കുമ്പോൾ ബദരി തന്നെയാണ് പിറ്റേന്ന് പോകുന്ന കാര്യം പറഞ്ഞത്. സത്യപ്രതാപനും രേണുകയ്ക്കും അതത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരത് പുറമേ ഭാവിച്ചില്ല. അവിടുന്ന് മോള് നേരെ കോളേജിലേക്കല്ലേ? അതേ. സത്യപ്രതാപൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞു. ബദരി, നീ ഇവളെ കോളേജിലേക്ക് ആക്കി കൊടുക്കില്ലേ? അയാൾ ബദരിക്ക് നേരെ തിരിഞ്ഞു. ഉവ്വ്. കോളേജിൽ പോകുമ്പോൾ കുട്ടിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കൂ. ഉച്ചയ്ക്ക് ഓഫീസിൻ്റെ ക്യാൻറ്റീനിൽ നിന്നും കഴിക്കാം. ഉച്ചയ്ക്ക് ഞാൻ വരാം കോളേജിലേക്ക്. അയാൾ പറഞ്ഞതിനെല്ലാം രണ്ടുപേരും തലയാട്ടി സമ്മതിച്ചു. തിരുനന്ദനത്ത് എത്തുന്നതുവരെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചില്ല. സെക്യൂരിറ്റി തുറന്നു കൊടുത്ത ഗേറ്റിലൂടെ ബദരി കാർ ഉള്ളിലേക്കെടുത്തു. സമയം അപ്പോൾ 5:30 കഴിഞ്ഞതേ ഉള്ളൂ. അടുത്തുള്ള അമ്പലത്തിൽ നിന്നും പ്രഭാതഗീതം ഒഴുകി വരുന്നുണ്ട്. തിരുനന്ദനം എന്നെഴുതിയ ഫലകത്തിന് മുൻപിൽ തൂക്കിയിട്ട വലിയ ഓട്ടുമണിയിൽ തൂങ്ങിക്കിടക്കുന്ന കയറിൽ പിടിച്ച് അവിടുന്ന് അടിച്ചു വിട്ടു. കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുഴക്കമുള്ള ശബ്ദത്തിൽ മണി മുഴങ്ങി. 5 നിമിഷം പോലും കഴിഞ്ഞില്ല. ഗോപുരവാതിൽ തുറക്കുന്ന ശബ്ദത്തോടെ ആ പൂമുഖവാതിൽ നിരങ്ങി നീങ്ങി. വാതിൽക്കൽ രാമേട്ടൻ്റെ പുഞ്ചിരിച്ച മുഖം. കഴിഞ്ഞ 2-3 ദിവസം ഈ കുട്ടിയെയും കൊണ്ട് ബദരി കുഞ്ഞ് വരുമെന്ന് കരുതി മായിക്കുഞ്ഞ് കാത്തിരുന്നുട്ടോ. തിളക്കമുള്ള കണ്ണുകളോടെ നദിയെ നോക്കിയതിന് ശേഷം അയാൾ ബദരിയോട് പറഞ്ഞു. വരാൻ പറ്റിയില്ല രാമേട്ടാ. അതെയോ? എങ്കിൽ സമയം കളയണ്ട, അകത്തേക്ക് പോന്നോളൂ. മഹിക്കുഞ്ഞ് മുകളിൽ മുറിയിലുണ്ട്, വിളക്ക് വയ്ക്കുക. ബദരിയോടൊപ്പം അകത്തേക്ക് നടന്നു പോകുന്നവളെ രാമേട്ടൻ നിറഞ്ഞ മിഴികളോടെ നോക്കി നിന്നു. അമ്മയെപ്പോലെ തന്നെ പതിഞ്ഞ കാൽവയ്പ്. മുകളിലെ തൻ്റെ പൂജമുറിയിൽ വിളക്കി വെച്ച് തിരിയുമ്പോഴാണ് മഹാദേവൻ ബദരിയെയും നദിയെയും കാണുന്നത്. അയാളുടെ മിഴികൾ ഒന്ന് വിടർന്നു. സരസ്വതി ദേവിയുടെ വലിയ ഫോട്ടോയ്ക്ക് താഴെ കത്തിച്ചു വെച്ച നിലവിളിക്കുന്ന താഴെ നിറയെ വാദ്യോപകരണങ്ങൾ. നദി ആ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്നു നിന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. വാദ്യോപകരണങ്ങളിൽ എല്ലാം തൊട്ടു തൊഴുതു. പിന്നെ മഹാദേവൻ്റെ കാലുകളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. നിറഞ്ഞ മനസ്സോടെ അയാൾ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അവിടെ നിന്നും എഴുന്നേറ്റതും അവൾ ബദരിയുടെ കാലിലും ഒന്ന് തൊട്ടു തൊഴുതു. അവളുടെ നീക്കം പെട്ടെന്നായതാൽ ബദരി ഒന്ന് പകച്ചുപോയി. അവൻ ഒരടി പിന്നിലേക്ക് വെച്ചു. കുട്ടി എന്തായി കാണിക്കുന്നേ? എന്തിനാ എൻ്റെ കാല് തൊട്ട് തൊഴുന്നത്? അവന് അല്പം ദേഷ്യവും വന്നിരുന്നു. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു തന്നതിന് ഞാനെന്നും സാറിനോട് കടപ്പെട്ടിരിക്കും. സാറ് എനിക്ക് ഗുരുതുല്യനാണ്. സത്യത്തിൽ ബദരിക്ക് അവളോട് അനുകമ്പയാണ് തോന്നിയത്. ഇത് നിൻ്റെ അച്ഛനാണ് കുട്ടി, നിനക്ക് ജന്മം തന്ന വ്യക്തി. നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുക എന്നത് ദൈവനിശ്ചയമാണ്. ഞാനതിനൊരു നിമിത്തം മാത്രം. പുഞ്ചിരിച്ച മുഖത്തോടെ മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്കൊന്ന് മൂളി. താഴെ തറയിൽ ഹാർമോണിയം മുന്നിലേക്ക് എടുത്തു വെച്ച് ചമ്രം പടിഞ്ഞിരിക്കുന്ന മഹാദേവൻ്റെ മുൻപിലായി നദിയും ചമ്രം പടിച്ചിരുന്നു. നീ ഇരിക്കുന്നില്ലേ? അയാൾ ബദരിയെ നോക്കി. ഇല്ല, ഞാൻ കാർത്തിയുടെ റൂമിൽ ഉണ്ടാകും, കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. അതും പറഞ്ഞുകൊണ്ടവൻ തിരിഞ്ഞു നടന്നു. കാർത്തിയുടെ പേര് പറഞ്ഞപ്പോൾ നദിയുടെ കണ്ണിലുണ്ടായ തിളക്കം കണ്ടുകൊണ്ടാണ് ബദരി തിരിഞ്ഞു നടന്നത്. 2-3 ദിവസം ഞാൻ മോളെ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. എന്തുപറ്റി? അയാൾ ഹാർമോണിയത്തിൽ മെല്ലെ ശ്രുതിയിട്ടും കൊണ്ട് ചോദിച്ചു. 2-3 ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു മാഷേ. അവളുടെ മാഷേ എന്നുള്ള വിളി അയാളെ ഒന്ന് തളർത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ അയാൾ സംയമനം വീണ്ടെടുത്തു. അവൾക്കറിയില്ലല്ലോ ശരിക്കും താൻ ആരാണെന്ന്. അറിയുന്ന കാലത്ത് ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുമോ എന്നുപോലും അറിയില്ല. എന്തുപറ്റി? പനിയായിരുന്നോ? ഇപ്പോഴൊരു വൈറൽ ഫീവർ നടക്കുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് ഞാനും ഒന്ന് കിടന്നു. ശരീരത്തിൻ്റെ ജോയിൻറ്റുകളിലെല്ലാം കഠിനമായ വേദനയാണ്, കൂടാതെ തലവേദനയും. ഇപ്പോഴും ശരിക്കും ആഹാരം കഴിക്കാനായിട്ടില്ല. വായിലെ രുചിയൊന്നും തിരികെ വന്നിട്ടില്ലെന്ന് സാരം. അയാൾ പറഞ്ഞത് കേട്ട് നദി ഒന്ന് പുഞ്ചിരിച്ചു. ഇത് പനിയൊന്നുമല്ല മാഷേ. പിന്നെ? ചെറുതായി ഒന്ന് വീണു, തല ചെന്ന് തറയിലിടിച്ചു. ഇടിച്ച ഭാഗത്തെ ഞരമ്പിൽ ബ്ലഡ് കട്ട പിടിച്ചത്രേ. അവൾ ഉണ്ടായ സംഭവം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു. നമ്മുടെ ഓഫീസിൽ കാർത്തി മോൾക്ക് ജോലി തന്നെന്നോ? പ്രതാപൻ എന്താ മോളെ പാതി വഴിയിലിട്ടേച്ചു പോയത്? ശരിക്കും അവൻ്റെ കയ്യിലല്ലേ തെറ്റ്? അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ റിസപ്ഷനിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഞാൻ എന്തേ ഒന്നും അറിഞ്ഞില്ല? അയാൾ കൈ എത്തിച്ച് അവളുടെ തലയിൽ ഒന്ന് തലോടി. ഇപ്പോൾ എങ്ങനെയുണ്ട്? വേദനയെല്ലാം മാറി. അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു.
അത് നദി കാണാതിരിക്കാൻ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. മോൾ ഇപ്പോൾ പഠിക്കുകയല്ലേ, പിന്നെ എന്തിനാ ജോലി? ആദ്യം പഠനത്തിൽ ശ്രദ്ധ കൊടുക്ക്, എന്നിട്ട് ജോലിയെക്കുറിച്ച് ചിന്തിക്കാം. അയാളുടെ വാക്കുകളിൽ ആർദ്രത നിറഞ്ഞു. എനിക്ക് സ്വന്തം കാലിൽ നിന്നും കൊണ്ട് തന്നെ പഠിക്കണം. ഒരു അളവിൽ കൂടുതൽ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ആഗ്രഹമുണ്ട്. പ്രതാപനങ്ങൾ എല്ലാം ചെയ്തു തരും, എനിക്കറിയാം. പക്ഷേ പാടില്ല. നാളെ അങ്ങനെ ഒരു പറച്ചിലിൽ എൻ്റെ ജീവിതം കൂട്ടിക്കെട്ടാൻ ഇടവരരുത്. ഇപ്പോൾ തന്നെ കിടക്കാനൊരു മുറിയും കഴിക്കാൻ ഭക്ഷണവും തരുന്നുണ്ടല്ലോ, അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അമ്മയെപ്പോഴും എന്നോട് പറയുന്നൊരു വാക്കാണ്, അന്യരെപ്പോഴും അന്യർ തന്നെയാണ്. ആനുകൂല്യങ്ങൾ വാങ്ങുമ്പോൾ പലവട്ടം ചിന്തിക്കണമെന്ന്. അയാളുടെ മനസ്സ് ഭൂതകാലത്തിൽ എവിടെയോ പാറിപ്പറന്നു നടന്നു. ഒരു ദീർഘനിശ്വാസം മുതിർത്തും കൊണ്ട് അയാൾ നദിയുടെ നേർക്ക് നോക്കി. മോൾക്ക് ഞാൻ സിനിമയിലൊരു അവസരം തരട്ടെ? അങ്ങനെയെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഒരു സിനിമയിൽ പാടിയാൽ മതിയല്ലോ. നിനക്ക് പഠിക്കാനുള്ളത് കിട്ടും, നിൻ്റെ അത്യാവശ്യം ചെലവിനുള്ളതും കിട്ടും. വേണ്ട മാഷേ, ഞാൻ സിനിമയിൽ പാടുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഒരിക്കലും പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കുന്നില്ല. അമ്മ വളർത്തിയ മകളല്ലേ, അവളിൽ നിന്നും ഇത്രമാത്രമേ പ്രതീക്ഷിക്കാവൂ. എങ്കിൽ നമുക്ക് തുടങ്ങാം. അയാൾ അങ്ങനെ ചോദിച്ചുകൊണ്ട് വീണ്ടും ഹാർമോണിയത്തിൽ ശ്രുതിയിട്ടു. നദിയും പുഞ്ചിരിച്ചും കൊണ്ട് തലയാട്ടി. ആ സമയം അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് എവറസ്റ്റ് കൊടുമുടി കയറുകയായിരുന്നു. തനിക്ക് ഈ ജന്മം സഫലമാവില്ലെന്ന് കരുതിയിടത്താണ് ഇപ്പോൾ താൻ ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. അടഞ്ഞുകിടക്കുന്ന വാതിൽ തള്ളി തുറന്നുകൊണ്ട് ബദ്രി കാർത്തിയുടെ റൂമിലേക്ക് കയറി. അരണ്ട നീല വെളിച്ചമാണ് റൂമിൽ. കട്ടിലിൽ കമഴ്ന്ന് കിടന്നുറങ്ങുകയാണ് കാർത്തി. ബദ്രി അവൻ്റെ പുറത്തുകൂടി അപ്പുറത്തേക്ക് മറിഞ്ഞു. ഉറക്കത്തിൽ എന്തോ പുറത്തുകൂടെ മറിയുന്ന പോലെ തോന്നിയതും ഉറക്കെ ശബ്ദമിട്ടുകൊണ്ട് കാർത്തി ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൻ്റെ പരാക്രമം കണ്ട് ബദ്രി ബെഡിൽ കമഴ്ന്ന് കിടന്നു ചിരിച്ചു. 1 മിനിറ്റ് മുഴുവനും എടുക്കേണ്ടി വന്നു കാർത്തിക്ക് എന്താണ് പുറത്തുകൂടെ മറിഞ്ഞതെന്നറിയാൻ. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. വെളുപ്പം കാലത്ത് തന്നെ മനുഷ്യനെ പേടിപ്പെടുത്തുന്നു. കാർത്തി ബദ്രിയുടെ പുറത്ത് കയറി കിടന്നുകൊണ്ട് മുതുകിൽ 2 ഇടി കൊടുത്തു. എനിക്ക് നന്നായി നൊന്തു. ബദ്രി ഉരുണ്ടുമറിഞ്ഞും കൊണ്ട് വീണ്ടും അവൻ്റെ പുറത്തേക്ക് കയറി കിടന്നു. കാർത്തിയുടെ 2 കൈയും പുറകിലേക്ക് പിടിച്ചു വലിച്ചും കൊണ്ട് കൈത്തണ്ടയിൽ അമർത്തിയൊരു കടി കൊടുത്തു. പട്ടിക്കുട്ടി കടിക്കുന്നോ നീ? ഉരുണ്ടും പിരണ്ടും രണ്ടും സ്നേഹത്തോടെ വഴക്കു കൂടുകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പുള്ള ബദ്രിനാഥും കാർത്തിക് മഹാദേവനുമായി മാറിയിരുന്നു അവർ. അവരുടെ ഉള്ളിലെ പഴയ സ്നേഹവും സൗഹൃദവും തിരിച്ചു വന്നിരുന്നു. കുറേ ഉരുണ്ടുമറിഞ്ഞും അടികൂടിയും പരസ്പരം കടിച്ചും പറിച്ചും തളർന്നപ്പോൾ രണ്ടും ബെഡിൽ എഴുന്നേറ്റിരുന്നു. പുലരാൻ കാലത്തൊരു വരവ് പതിവില്ലാത്തതാണല്ലോ, എന്തു പറ്റി? റെക്കോർഡിങ്ങോ മറ്റോ ഉണ്ടോ? ചെറുതായി അണച്ചും കൊണ്ട് കാർത്തി ചോദിച്ചു. ഞാൻ നദിയേം കൂട്ടി വന്നതാ. ഈ നേരത്തോ? എന്തിന്? കഴിഞ്ഞ ദിവസം വന്നിരുന്നു അമ്മാമ്മയുടെ ശിഷ്യയാകാൻ. അന്ന് ദക്ഷിണ വെച്ച് തിരിച്ചുപോയി. പിറ്റേ ദിവസം മുതൽ വരാമെന്ന് കരുതിയതാ. അപ്പോഴല്ലേ ഹോസ്പിറ്റലിലായത്. അതുവരെ ഉണ്ടായിരുന്ന ചിരിയും കളിയും കാർത്തിയിൽ നിന്നും പൊടുന്നനെ മാഞ്ഞുപോയി. തൻ്റെ കുഞ്ഞോള് വന്നിട്ടുണ്ടത്രേ. അവളുടെ കുഞ്ഞിക്കാലടികൾ ഓടി നടക്കേണ്ടടുത്ത്, വഴക്കും വികൃതിയും കൊണ്ട് അവളുടേതായ ലോകം തീർക്കേണ്ടടുത്ത് ആരും ക്ഷണിക്കാതെ അവൾ വന്നിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ അവൾ രൂപം കൊണ്ടത് ഇവിടെ വെച്ചതായിരുന്നില്ലേ? അവൾ പിറന്നു വീഴേണ്ട മണ്ണ് ഇതായിരുന്നില്ലേ? തനിക്ക് അവകാശപ്പെട്ടിടത്താണ് താൻ വന്നു നിൽക്കുന്നതെന്ന് അവൾ അറിയുന്നില്ലല്ലോ. കാർത്തിയുടെ മനസ്സ് കടൽ പോലെ ഇളകി മറിഞ്ഞു. അവൻ്റെ ഉള്ളിലെ പ്രക്ഷോഭം അവൻ്റെ മുഖത്തു നിന്നും ബദ്രി വായിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കാർത്തി, നീ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. എങ്ങനെ ശരിയാകും? അവൾ സംഗീതം പഠിക്കാൻ ആഗ്രഹിച്ച ഗുരുനാഥൻ അവൾക്ക് ജന്മം നൽകിയ അച്ഛനാണെന്നറിയുമ്പോൾ അവളുടെ പ്രതികരണം എന്താകും? ഞാൻ അവളുടെ സ്വന്തം ഏട്ടനാണെന്ന് അറിയുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? കാർക്കിച്ചു തുപ്പം ബദ്രി. അതിനു മുമ്പ് എനിക്ക് ഒരിക്കൽ കൂടി അയാളെ കാണണം. ആരെ? ഡ്രൈവർ ഭരതേട്ടനെ. അയാളെ എവിടെ പോയി കണ്ടെത്താനാ? എനിക്കറിയാം, പാലക്കാട് ഒരു ചേരിയിലുണ്ട് അയാൾ. ഒരിക്കൽ ഞാൻ പോയി കണ്ടതാണ്. ജീർണിച്ച വീട്ടിൽ ഭ്രാന്തനെ പോലെ ഒരാൾ പരസ്പര ബന്ധമില്ലാതെ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സത്യത്തിനൊരിക്കലും മരണമില്ലെന്ന് അയാൾ അടിവരയിട്ട് പറഞ്ഞു. ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അയാൾ അനുഭവിക്കുകയാണെന്നും പറഞ്ഞു. എനിക്കയാളെ ഒരിക്കൽ കൂടി കാണണം. മരണമില്ലാത്ത ആ സത്യം എന്താണെന്ന് എനിക്കറിഞ്ഞേ തീരും. അയാളുടെ ഓരോ വാക്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ തെറ്റുകാരിയല്ലെന്ന്. അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്തത് ആരാണ്? അച്ഛനാണോ? അച്ഛനാണെങ്കിൽ
ബാക്കി കാർത്തി പറഞ്ഞില്ല. പറയാൻ വന്നത് എന്താണെന്ന് കാർത്തി പറയാതെ തന്നെ ബദ്രിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഇനി വരാൻ പോകുന്ന നാളുകൾ ഒന്നും അത്ര നല്ലതായിരിക്കില്ലെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. ദിവസങ്ങളും ആഴ്ചകളും നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. നദി പതിവായി തിരുനന്തനത്ത് വന്നു തുടങ്ങി. ബദ്രിക്ക് ഒഴിവില്ലാത്ത സമയങ്ങളിൽ ഡ്രൈവറായിരുന്നു കൊണ്ടുവിട്ടിരുന്നത്. എന്നാൽ ഒരിക്കൽ പോലും കാർത്തി അവളുടെ മുന്നിലേക്ക് ചെന്നില്ല എന്നതാണ് വാസ്തവം. അവനെ ഒന്ന് കാണാനുള്ള കൊതിയോടെ അവൾ പരിസരത്തേക്ക് എല്ലാം നോക്കുമായിരുന്നു. ഓഫീസിൽ വെച്ചും അവനെ അധികമൊന്നും കാണാൻ കിട്ടാറില്ല. നിർമ്മല സുകുമാരനുമായി നദി മാനസികമായി അടുത്തു. അവരുടെ പ്രസൻസ് അവളിൽ അമ്മയുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ടായിരുന്നു. സുകുമാരൻ വിളിക്കുമ്പോൾ എല്ലാം നിർമ്മലയ്ക്ക് പറയാൻ ഇപ്പോൾ ഒരു വിഷയമേ ഉള്ളൂ, നദി. അയാളും ഇടയ്ക്ക് നദിയോട് സംസാരിക്കാറുണ്ട്. വരണ്ടുണങ്ങിയ മനസ്സിലേക്ക് ദാഹജലം തളിച്ചതുപോലെയായിരുന്നു നദി ഇപ്പോൾ അവർക്ക്. പഠനവും ജോലിയും സംഗീതവുമായി നദിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ കാർത്തി ബദ്രിയെയും കൂട്ടി പാലക്കാട് ചേരിയിലേക്ക് പോയി. ഭരതനെ കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ ആ സ്ഥലത്ത് അവർക്ക് അയാളെ കണ്ടെത്താനായില്ല. ചിലങ്കയുടെ എക്സാം തുടങ്ങിയ സമയം അന്നത്തെ അത്താഴത്തിന് ഡൈനിങ് ടേബിളിൽ ചുറ്റുമിരിക്കുമ്പോൾ സത്യപ്രതാപൻ ഒന്ന് മുരടനക്കി. ആ മുരടനക്കം എന്തോ പറഞ്ഞു തുടങ്ങാനുള്ള സൂചനയാണെന്ന് അറിയാവുന്നതിനാൽ ബദ്രിയും രേണുകയും അയാളുടെ മുഖത്തേക്ക് നോക്കി. നദിക്ക് ഇതൊന്നും അറിയുമില്ലെങ്കിലും അവളും അയാളുടെ മുഖത്തേക്ക് നോക്കി. ചില്ലുവിന് ഒരു കല്യാണാലോചന പറഞ്ഞു കേട്ടിടത്തോളം നല്ലൊരു ബന്ധമാണ്, നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ബന്ധം. അയാളുടെ മുഖത്തെ അലതല്ലുന്ന സന്തോഷത്തിലേക്ക് ഒരു നിമിഷം നോക്കി ബദ്രി. എത്തിപ്പിടിക്കാൻ കഴിയാത്ത ബന്ധമെന്ന് അച്ഛൻ ഉദ്ദേശിച്ചത് പണമാണോ? അവൻ്റെ കണ്ണുകളിലൊന്ന് ചുരുങ്ങി. പണം നീ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ട് എന്ന് എനിക്കറിയാം. സിനിമയിൽ നിന്നുള്ള പണമല്ലേ, ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ പോകുന്ന വഴി അറിയില്ല. ഇത് അങ്ങനെയല്ല. തിരുനന്തനം ഗ്രൂപ്പ് പോലെ അതിലും വലിയ ഒന്ന്, എല്ലാത്തിനും കൂടി ഒരേ ഒരു അവകാശി. ചില്ലുമോളുടെ ഭാഗ്യമാണേ എന്നേ ഞാൻ പറയൂ. ബദ്രിക്ക് അല്പം ദേഷ്യം തോന്നി. അവൻ്റെ പണത്തെ നിസാരവൽക്കരിച്ചത് തന്നെ കാരണം. ചില്ലുവിനെ പട്ടിലും പൊന്നിലും പൊതിഞ്ഞ് വിവാഹം കഴിച്ച് അയക്കാൻ അവൻ മാത്രം മതി എന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം. എന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവൾക്കിപ്പോൾ കല്യാണപ്രായമൊന്നും ആയിട്ടില്ലല്ലോ അച്ഛാ. PG കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞിട്ട് പോരെ കല്യാണം? പെൺകുട്ടിയാണ്, സ്വന്തം കാര്യം നിൽക്കട്ടെ. അതിനവളെ പ്രാപ്തിയാക്കുകയല്ലേ വേണ്ടത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കല്യാണത്തിനല്ലല്ലോ അച്ഛ മുൻഗണന കൊടുക്കേണ്ടത്. അവൻ സമാധാനത്തിൽ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ബദ്രി അച്ഛനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. ഉടനൊരു വിവാഹമൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഈ അടുത്താണ് അവളുടെ ജാതകം എഴുതാൻ കൊടുത്തത്. അതും നിൻ്റെ അമ്മയുടെ നിർബന്ധത്തിന്. ഈ ചെറുക്കൻ്റെ ജാതകത്തിന് എന്തോ കുഴപ്പമുണ്ടത്രേ. 1 വർഷമായി പെണ്ണന്വേഷിച്ച് നടക്കുന്നു. ഒത്തൊരു ജാതകം ഇതുവരെ കിട്ടിയിട്ടില്ല. ചില്ലുവിൻ്റെ ജാതകം എഴുതിച്ച പണിക്കരുടെ അടുത്ത് അവർ കുറച്ചു ജാതകക്കുറിപ്പുകൾ ഒത്തുനോക്കാൻ വന്നതാണ്. ഈ ചിങ്ങത്തിൽ ആ ചെറുക്കൻ്റെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ വിവാഹയോഗമേ ഇല്ല എന്നായിരുന്നു അത്ര ജാതകത്തിൽ. ഇതുവരെയും ഒരു ജാതകവും ചേർന്നിട്ടുമില്ല. പണിക്കരുടെ അടവിൽ എന്തെങ്കിലും കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കമ്പ്യൂട്ടറിൽ കടന്നിരുന്ന ചില്ലുവിൻ്റെ ജാതകമെടുത്ത് ഒത്തുനോക്കിയപ്പോൾ 10-ൽ 10 പൊരുത്തമാണത്രേ. ഉടനെ തന്നെ എൻ്റെ നമ്പർ വാങ്ങി അവർ വിളിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. ഞാനപ്പോൾ തന്നെ പലരെ കൊണ്ടും അന്വേഷിച്ചവരെല്ലാം പറഞ്ഞത് ഒന്ന് മാത്രം, ഒന്നിൻ്റെ പേരിലും ഈ ബന്ധം തട്ടിക്കളയരുതെന്ന്. നല്ല സംസ്കാരമുള്ള കുടുംബം, അത്യാവശ്യത്തിന് ബന്ധുബലം, ഇട്ടുമൂടാൻ സ്വത്തും പണവും, അതിനെല്ലാം പുറമെ നല്ലൊരു സ്വഭാവത്തിനുടമയായ ചെറുക്കനും. ഞാൻ എന്തായാലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ചില്ലുവിൻ്റെ എക്സാം അടുത്തയാഴ്ച കഴിയല്ലേ. അവൾ വന്നാൽ ഉടൻ പെണ്ണുകാണൽ ചടങ്ങ് നടത്താം. ഇതുവരെ ഈ കാര്യം നമ്മളിൽ മാത്രം ഒതുങ്ങിയാൽ മതി. അവളെ അറിയിക്കേണ്ട. എക്സാം കുളമാകാതിരിക്കാനാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ.